ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പെല്ലിനിയ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇതിനു മുമ്പും ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. പക്ഷെ അന്ന് ചെയ്തതിൽ നിന്ന് ഇപ്പോൾ ലൈഫിന് ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഇന്നത്തെ നമ്മുടെ 2026 ഫിറ്റ് വേർഷൻ ആയിട്ടുള്ള ഒരു ലിവിങ് എക്സ്പെൻസ് ഇൻ UK വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തപ്പോഴും ഇപ്പോൾ വീഡിയോ ചെയ്യുമ്പോഴും തമ്മിലൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടോ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞിട്ട് വീഡിയോ സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം നിന്നുകൊണ്ടിരുന്നത് ഷെയർഡ് അക്കോമഡേഷനിലായിരുന്നു. അതായത് നമ്മളിപ്പോൾ ഒരു വീട്, ഒരു 5 റൂംസ് ഉള്ള വീട്ടിലാണെങ്കിൽ ഈ 5 റൂമുകളിലുള്ളത് ഡിഫറെൻ്റ് ആളുകളായിരിക്കും. പക്ഷെ നമ്മളൊരു വീട്ടിൽ താമസിക്കുന്ന നമ്മൾ കിച്ചൺ പോലത്തെ സ്പേസുകൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്യുന്നു. നമുക്ക് സ്വന്തമായിട്ടൊരു റൂമും, ചില വീടുകൾക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു ടോയ്ലറ്റ് കിട്ടും. അല്ലെങ്കിൽ ചില വീടുകൾക്ക് നമ്മുടെ ടോയ്ലറ്റും ഷെയറിങ് ആയിരിക്കും. സ്വന്തമായിട്ട് ഇപ്പം നമുക്ക് നമ്മുടെ റൂമിൽ തന്നെ ടോയ്ലറ്റ് ഉള്ളതാണെങ്കിൽ, ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള റൂമാണെങ്കിൽ അതിന് എക്സ്പെൻസ് കൂടുതലായിരിക്കും, റെൻറ്റ് കൂടുതലായിരിക്കും. ഷെയർഡ് ആയിട്ടുള്ള ടോയ്ലറ്റുകളുള്ള റൂമുകളാണെങ്കിൽ അതിന് റെൻറ്റ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനത്തെ വീടുകളിലാണ് ഇത്രയും കാലം നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇയർ ഒരു എൻഡോടുകൂടി നമ്മൾ പുതിയ വീടെടുത്ത് വീട്ടിലേക്ക് മാറി. അപ്പോൾ വീട് തന്നെയാണ് നമ്മുടെ മെയിൻ എക്സ്പെൻസിൻ്റെ കാരണം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് റെൻറ്റ് കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഒരു 600 pounds ബിലോ ആയിരുന്നു എപ്പോഴും നമ്മൾ റെൻറ്റ് കൊടുത്തിരുന്നത്. ആ റെൻറ്റിലെന്ന് പറഞ്ഞാൽ എല്ലാ ബിൽസും ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പം നമ്മൾ വീടെടുത്ത് മാറിയപ്പോൾ മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മോഡ്ഗേജ് ആയിട്ട് തന്നെ, അല്ലെങ്കിൽ മോഡ്ഗേജ് അല്ലെങ്കിൽ ലോണെന്ന്, നാട്ടിൽ ലോണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇവർ നമ്മൾ മോഡ്ഗേജ് എന്ന് പറയും. മോഡ്ഗേജിലാണ് നമ്മൾ വീടെടുത്തേക്കുന്നത്. അപ്പോൾ വലിയൊരു ഹ്യൂജ് എമൗണ്ട്, നമ്മുടെ സാലറിയുടെ ഒരു ഹ്യൂജ് എമൗണ്ട് നമ്മൾ മോഡ്ഗേജിലേക്ക് അല്ലെങ്കിൽ ലോണിലേക്ക് തന്നെ അടയ്ക്കുന്നുണ്ട്. അപ്പം മെയിൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡ്ഗേജ് ആണ്. ഇപ്പോൾ വീടിൻ്റെ മോഡ്ഗേജ് എന്ന് പറഞ്ഞാൽ മന്ത്ലി ഓൾമോസ്റ്റ് 1400 എബവ് വരും, 1500 ബിലോ. അപ്പോൾ ആ ഒരു റേഞ്ചിലാണ്, പൗണ്ട്സിലാണ് കേട്ടോ പറയുന്നത്. 1400 എബവ്, 1500 ബിലോ, നിയർലി 1500 എന്ന് പറയാം. 1500 pounds അടുത്തേക്ക് നമുക്ക് വീടിൻ്റെ മോഡ്ഗേജ് വരുന്നുണ്ട്. അപ്പോൾ ഒരു മന്ത്ലി മോഡ്ഗേജ് തന്നെയായിട്ട് അത്രയും പൗണ്ട്സ് നമ്മൾ അടയ്ക്കുന്നുണ്ട് ഫ്രം സാലറി. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ച വീട്ടിൽ നമ്മൾ വീണ്ടും ടാക്സ് കൊടുക്കണം. അതായത് നമ്മുടെ വീട്ടിൽ നമ്മൾ നിൽക്കുന്നതിന് ടാക്സ് കൊടുക്കണം. അതിൻ്റെ കൗൺസിൽ ടാക്സ് ഉണ്ട്. അതൊരു 200 pounds എബവ് വരുന്നുണ്ട്. ഒരു 230 pounds ബിലോ എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. ഇതിപ്പോൾ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ്. അതായത് വീടിൻ്റെ പല കാറ്റഗറീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് ഡിറ്റാച്ച്ഡ് ഹൗസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൗൺസിൽ ടാക്സിൻ്റെ ബാൻഡ് D എന്ന് പറയും. അപ്പം അത് ഏകദേശം ഒരു 200 pounds എബവ് വരുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ. അല്ലെങ്കിൽ അറൗണ്ട് ഒരു 230 pounds എന്ന് വേണമെങ്കിൽ പിടിക്കുക. അതിൽ കുറവാണ്. അപ്പം നമ്മൾ സ്വന്തമായിട്ട് വീട് വാങ്ങിക്കുകയല്ല, റെൻറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ, ഇപ്പം നിങ്ങൾ ഒരു ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഒരു പാർട്ട്ണറൊക്കെ ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ സിംഗിളായിട്ടാണെങ്കിൽ കൂടെയും വീട് സ്വന്തമായിട്ട് വാങ്ങിച്ചാൽ നിൽക്കണമെങ്കിൽ ഈ പറഞ്ഞ നമ്മളിപ്പോൾ മോഡ്ഗേജിൽ കൊടുത്തുകൊണ്ടിരുന്ന എമൗണ്ട് നമ്മൾ റെൻറ്റിലായിരിക്കും കൊടുക്കേണ്ടി വരിക. കൗൺസിൽ ടാക്സ് എന്തായാലും അടയ്ക്കേണ്ടി വരും നമ്മൾ നിൽക്കുന്ന വീടിന്. പക്ഷെ നമ്മൾ വീടിൻ്റെ സൈസ് അനുസരിച്ചിരിക്കട്ടെ നമ്മുടെ റെൻറ്റ്. അപ്പോൾ റെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നൊരു 650 തൊട്ട് മേളിലേക്ക് വരുന്നുണ്ട് നമ്മൾ നിൽക്കുന്ന റീജിയണിൽ. ഒരു 1 BHK 1 bedroom വീടാണെങ്കിൽ 650 തൊട്ട് കിട്ടും. അപ്പോൾ അത് ഒത്തിരി സൗകര്യം കുറവായിരിക്കും. ഒരു 900 സ്റ്റാൻഡേർഡ് എന്ന് വേണമെങ്കിൽ പിടിക്കാം. നോർമലി അത്ര ആകും നമുക്ക്. പക്ഷെ അത് ഡിപ്പെൻസ് ഓൺ എത്ര റൂം, നിങ്ങൾക്ക് എത്ര റൂമുള്ള വീടാണ്, അല്ലെങ്കിൽ ഡിറ്റാച്ച്ഡ് ആണോ, സെമി ആണോ, അതോ ടെറസ്ഡ് ആയിട്ടുള്ള വീടാണോ, ഫ്ലാറ്റ് ആണോ, ഇതിനെല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം അങ്ങനെയാണ് റെൻ്റ് ആണെങ്കിൽ വരുന്നത്. കൗൺസിൽ ടാക്സ് റെൻറ്റിന് വരുന്നുണ്ട്. പിന്നെ അടുത്ത നമുക്ക് എല്ലാവർക്കും ഉള്ള പോലത്തെ എക്സ്പെൻസ് ഗ്രോസറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 120 to 150 pounds ഞാൻ പിടിക്കുന്നുള്ളൂ. ഗ്രോസറിയൊക്കെ നമ്മൾ അതും നമ്മൾ വാങ്ങിക്കുന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം നല്ല ലാവിഷായിട്ട് ഗ്രോസറി വാങ്ങിക്കുന്നവരാണെങ്കിൽ അത് അതിനേക്കാളും കൂടുതലാകും. അതുപോലെ തന്നെ കുറച്ച് വാങ്ങിക്കുന്നവരാണെങ്കിൽ അപ്പോൾ ഇതിനേക്കാളും കുറച്ചാകും. പക്ഷെ ഞാനൊരു 120 pounds to 150 pounds ഇടയ്ക്കാണ് ഗ്രോസറി കണക്ക് കൂട്ടിയേക്കുന്നത്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കഴിക്കും, ചില മന്ത്സിൽ നമ്മൾ കഴിക്കാറേ ഇല്ലാണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ലൈക്ക് ഒരു 50 to 100 pounds അതിന് വേണമെങ്കിൽ പിടിക്കാം. പക്ഷെ ഞാൻ അത്രയും എക്സ്പെൻസിൽ ഞാൻ പുറത്തുനിന്ന് കഴിക്കാറില്ല. പിന്നെ നമ്മുടെ അല്ലാത്ത ഷോപ്പിങ്ങുകൾ, ക്ലോത്ത്സ്, മേക്കപ്പ്, അല്ലാത്ത എന്ത് ഷോപ്പിങ്ങുകൾ വേണമെങ്കിലും അതും ഡിപ്പെൻഡ്സ് ഓൺ ഓരോ മന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ഈ മാസം ഞാനൊരു എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിക്കാൻ തീരുമാനിച്ചു. ക്ലോത്ത്സിനൊക്കെ ഇവിടെ ഭയങ്കര വിലയാണ്. നല്ല കടകളിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ചീപ്പായിട്ടുള്ള കടകളും ഉണ്ട്. പക്ഷെ അന്നേരം നമുക്ക് ക്വാളിറ്റി കോംപ്രമൈസ്ഡ് ആകും. അപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് ഇപ്പോൾ സമ്മർ ക്ലോത്ത്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ചീപ്പായിട്ടുള്ള കടകളിൽ നിന്ന് വാങ്ങിക്കാം. അല്ലാത്തത് നമ്മൾ ഇവിടുത്തെ സാധനങ്ങൾ മിക്കവാറും
ജമ്പേഴ്സും ഇത്തിരി വൂളൻ ടൈപ്പ് തണുപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം തണുപ്പ് കുറച്ച് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ മജോറിറ്റി ഓഫ് ഇപ്പം നമുക്ക് ഉച്ചയ്ക്കൊക്കെ ആകുമ്പോഴേക്കും തണുപ്പ് കുറവാണെങ്കിൽ രാത്രി ആകുമ്പോൾ വീണ്ടും തണുപ്പ് തന്നെ ആയിരിക്കും. അപ്പം കൂടുതൽ തണുപ്പിനിടാൻ പറ്റിയ ക്ലോത്ത്സ് ആണ് ഇവിടെ വേണ്ടത്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ നല്ല കടകളിൽ കയറി വാങ്ങിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ, അതായത് നല്ല ക്വാളിറ്റി ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതും നല്ല എക്സ്പെൻസീവ് ആണ്. ഈവൻ ഒരു ജീൻസിനോ അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന ഒരു ജമ്പറിനോ പോലും 40 പൗണ്ട്സോളം ആകും ഒരെണ്ണത്തിന്. അപ്പോൾ ഒരു സെറ്റായിട്ട് വാങ്ങിക്കുമ്പം 80 പൗണ്ട്സോളം ആവും. നല്ല നമുക്ക് ചീപ്പായിട്ടുള്ള ഓപ്ഷനും ഉണ്ട്, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പം നമുക്ക് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയാണ് നമ്മുടെ അല്ലാത്ത ഷോപ്പിങ്ങുകളുടെ കിടപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ വീടിൻ്റേതായിട്ട് പറഞ്ഞത് വീടിൻ്റെ മോർഗേജും അതുപോലെ തന്നെ വീടിൻ്റെ കൗൺസിൽ ടാക്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ ബിൽസ് ഉണ്ട്, വാട്ടർ ബില്ലുണ്ട്. വാട്ടർ ബില്ല് ഏകദേശം ഒരു 6 months ഒക്കെ ആകുമ്പോഴേക്കുമാണ് വരുന്നത്. ഒരു 120 പൗണ്ട്സിനടുത്തൊക്കെ ആയിരിക്കും വരുന്നത്. അത് എനിക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ബില്ല് ഇതുവരെ കിട്ടിയിട്ടില്ല, ഇടയ്ക്ക് വെച്ചിട്ടുള്ളൊരു ബില്ലാണ് കിട്ടിയത്. അത് കൂടാതെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസിൻ്റെയും ഇലക്ട്രിസിറ്റിയുടെയും ബില്ല. അതും നമ്മൾ യൂസ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 90 പൗണ്ട്സ് നമ്മൾ മന്ത്ലിക്ക് ഡയറക്റ്റ്ലി ഡെബിറ്റ് ആക്കി വെച്ചേക്കാണ്. അതാവുമ്പം ഞാനിപ്പോൾ കുറച്ച് യൂസ് ചെയ്യുന്നു. ഇപ്പോൾ സമ്മർ ആയിട്ടുണ്ട്, നമ്മൾ ഹീറ്റർ ഓഫ് ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിലൊന്നും ഹീറ്റർ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ടൈമിൽ ഞാൻ സേവ് ചെയ്യുന്ന മണി എന്ന് പറഞ്ഞാൽ വിൻ്റർ വന്നു കഴിയുമ്പം എനിക്ക് കൂടുതൽ ഞാൻ ഹീറ്ററൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ഇപ്പം ഞാൻ ഉപയോഗിക്കാത്തതിൻ്റെ മണി അവരപ്പുറത്തേക്ക് ടാലി ആയിട്ട് പൊക്കോളും. അപ്പം അതാണ് മറ്റൊരു എക്സ്പെൻസ്, ഗ്യാസും ഇലക്ട്രിസിറ്റിയും. നമ്മുടെ ഇവിടുത്തെ പല സാധനങ്ങളും ഗ്യാസിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഹീറ്ററൊക്കെ ഗ്യാസിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ബാക്കി കറണ്ട് പരിപാടികളൊക്കെ ഇലക്ട്രിസിറ്റി അല്ല, ബൾബ് കാര്യങ്ങളൊക്കെ ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്നു. തെറ്റിപ്പോകുന്നുണ്ട് ഇടയ്ക്ക് പറയുന്നത്. അപ്പം ഗ്യാസും ഇലക്ട്രിസിറ്റിയാണ് മറ്റൊരു എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു 90 പൗണ്ട്സ് പെർ മന്തിൽ ഞാൻ ഡയറക്റ്റ് ഡെബിറ്റ് ആക്കി വെച്ചേക്കുക. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈഫൈ ആണ്. വൈഫൈ പറഞ്ഞ പോലെ മന്ത്ലി ഇത്ര പൗണ്ടിലേക്ക് ഞാൻ ഇതാക്കി വെച്ചേക്കാണ്. ഒരു 10-20 പൗണ്ട്സ് കണക്ക് കൂട്ടാൻ നമുക്ക് പുതിയൊരു കമ്പനിയുടെ വൈഫൈ ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം ഇതൊക്കെ വീടിൻ്റെ അകത്തുള്ള ചിലവുകളാണ്. പിന്നെ നമുക്കൊരു വണ്ടി ഉണ്ടാകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വണ്ടി ഉള്ളതെന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സ്പെൻസിനുള്ളൊരു സംഭവമാണ്. കാരണം നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് എവേ ആയിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് ബസ്സിന് പോയിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1 hour വേണ്ടി വരും. പക്ഷെ നമുക്ക് വണ്ടിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു 15 minutes മതി. അപ്പോൾ നമ്മുടെ ലൈഫിൻ്റെ കൺവീനിയൻസ് നോക്കി നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ, വണ്ടിക്ക് നമ്മൾ ഫിനാൻസാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് ഉണ്ടാവും. നമുക്ക് ഫിനാൻസ് ഇല്ല, പക്ഷെ നമുക്ക് ഇൻഷുറൻസിൽ ഒരു എമൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എണ്ണ അടിക്കാനായിട്ട് നല്ലൊരു എമൗണ്ടും ഉണ്ട്. എണ്ണ അടിക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെട്രോളിൻ്റെയൊക്കെ പ്രൈസ് ഒരുപാട് നമുക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ വകയിൽ എണ്ണ അടിക്കാനായിട്ട്. പിന്നെ നമ്മൾ വണ്ടി എവിടെയെങ്കിലും കൊണ്ട് വഴിയിൽ സൈഡിൽ നിർത്തിയിടുന്ന സെറ്റപ്പ് മോസ്റ്റ് ഓഫ് ദ ടൈം പോസിബിൾ അല്ല. അപ്പം എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പാർക്കിങ്ങിലേക്കായിട്ട് നമ്മൾ കുറച്ച് പൈസ അവർക്കും അങ്ങനെ വീതിച്ച് കൊടുക്കേണ്ടി വരും. പിന്നെ നമുക്ക് ഫിക്സഡായിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ പാർക്കിംഗ് ഫ്രീ അല്ല സ്റ്റാഫിന്. അവിടെ നമ്മൾ പാർക്കിങ്ങിന് പൈസ കൊടുക്കണം. ഹോസ്പിറ്റലിലെ പാർക്കിങ്ങിന് നമ്മളൊരു 1.50 pounds ആണ് പെർ ഡേ കൊടുക്കുന്നത്. അപ്പോൾ ഒരു ദിവസം നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് 1.50. അത് ബാക്കിയുള്ള സ്ഥലങ്ങളിലെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ചീപ്പാണ്, പക്ഷേ ഫ്രീ അല്ല എന്നുള്ളതും ഒരിതാണ്. അപ്പോൾ വണ്ടിയുടേതായിട്ട് റിലേറ്റ് ചെയ്ത ചിലവുകളൊക്കെ അതാണ്. റോഡ് ടാക്സ്, അതുപോലെ തന്നെ വണ്ടിയുടെ ഇൻഷുറൻസ്, പിന്നെ നമുക്ക് വണ്ടിയുടെ എണ്ണ അടിക്കാനുള്ള ചിലവ്. പിന്നെ ഇത് കൂടാണ്ടുള്ള നമ്മുടെ അല്ലറ ചില്ലറ ചിലവുകൾ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല മന്ത്ലി എക്സ്പെൻസിൻ്റെ കൂടെ. ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോകാനുണ്ടെങ്കിൽ, വണ്ടിക്ക് പോകണമെങ്കിൽ വണ്ടിക്ക് എണ്ണ അടിക്കേണ്ടത്, വണ്ടിക്കല്ല പോകണമെങ്കിൽ ബസ്സിന് ട്രെയിനൊക്കെ പോകണമെങ്കിൽ അതിനേക്കാളും നല്ല എക്സ്പെൻസീവാണ്. എവിടെയെങ്കിലും ട്രിപ്പ് പോയി അവിടെ താമസിച്ചാണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ അക്കോമഡേഷൻ, ഇവിടെ UK ഇൻസൈഡ് UK ആണെങ്കിൽ അക്കോമഡേഷൻസ് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസ് കുറവാണ്, പക്ഷെ അന്നേരം നമ്മുടെ ടിക്കറ്റും കാര്യങ്ങളും ലീവും എല്ലാം ഒത്തു കിട്ടണം. പക്ഷേ നമ്മുടെ അല്ലറ ചില്ലറ ചിലവുകളൊന്നും നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ പോലെ കൂട്ടിയിട്ടില്ല. ലെഷർ ആക്ടിവിറ്റീസിൻ്റെ പരിപാടീസിൻ്റെ ഒന്നും കൂട്ടിയിട്ടില്ല. അപ്പം എൻ്റെ കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ കൊളീഗ്സായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു കൊളീഗ്, ഇവിടുത്തെ വെള്ളക്കാർ തന്നെ, അവർ പറയായിരുന്നു, സാലറി വരുന്ന ദിവസം അവർ സംസാരിച്ചത്. അപ്പോൾ അവർ പറയായിരുന്നു, ഇന്ന് ഞാൻ
എനിക്കിഷ്ടം പോലെ മണി ഉണ്ട്, ഇന്ന് ഞാൻ പൈസക്കാരിയാണ്, പക്ഷെ നാളെ തൊട്ട് ഞാൻ വീണ്ടും പിച്ചക്കാരിയാണ്. അടുത്ത സാലറി വരുന്ന ദിവസത്തിനെ നോക്കി ഞാൻ ഇരിക്കുക ചെയ്യാറുണ്ട്. അടുത്ത 3 അല്ലെങ്കിൽ 4 വീക്സിലേക്ക് നെക്സ്റ്റ് സാലറി വരുന്നത്. അതായത് പറഞ്ഞാൽ ഇവിടത്തെ മജോറിറ്റി ലൈക്ക് ഒരു ഇങ്ങനെ നമ്മളെപ്പോലെ വർക്ക് ചെയ്യുന്നവരുടെയൊക്കെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ബേസ് ചെയ്തേക്കുന്നത് കുറേ ഡയറക്റ്റ് ഡെബിറ്റുകളുടെ ബേസിൽ. അപ്പോൾ നമ്മളിതൊക്കെ പലതും നമ്മൾ ഡയറക്റ്റ് ഡെബിറ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ ഇന്ന് സാലറി വന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം എല്ലാ ഡയറക്റ്റ് ഡെബിറ്റിലേക്കും പലർക്കുമായിട്ട് നമ്മളങ്ങ് വീതിച്ചു കൊടുക്കും. പിന്നെ നമ്മൾ അടുത്ത സാലറി വരുന്നവരെ വെയിറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു ലൈഫ് പാറ്റേണിലാണ് നമ്മളിവിടെ ഉള്ളൊരു മജോറിറ്റി ജീവിക്കുന്നത്. പക്ഷേ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വന്നതിനേക്കാളും വെച്ച് നോക്കുമ്പോൾ ഒരുപാട് എക്സ്പെൻസ് കൂടിയിട്ടുണ്ടാകും. നമ്മൾ വീട് വാങ്ങിച്ചതിൻ്റെ ബേസിൽ മാത്രമല്ല, ഞാൻ വന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, പക്ഷെ അത് 5 years ബാക്കാണ് കേട്ടോ. ഇൻഫ്ലേഷനൊക്കെ ഒരുപാട് കൂടി. അപ്പോൾ 5 years ബാക്ക് ഞാൻ വന്നപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പൗണ്ടിന് ഒരു ക്യാനിൻ്റെ ഒരു 1 ലിറ്ററിൻ്റെ ക്യാൻ മിൽക്കോ അല്ലെങ്കിൽ 10 മുട്ടയ്ക്കൊക്കെ 1 പൗണ്ടായിരുന്നു. ഇപ്പം അത് വന്ന് ഒരു 3 പൗണ്ടിൻ്റെ അടുത്ത് വരെ ആയിട്ടുണ്ട് ഈ പറഞ്ഞ സാധനങ്ങൾക്കൊക്കെ. അപ്പം അത്ര ലൈക്ക് 2 times കൂടെ കൂടിയിട്ടുണ്ട് സാധനങ്ങളുടെ പ്രൈസ്. അതനുസരിച്ച് നമ്മുടെ സാലറിയിൽ അത്രയും ഹൈക്ക് വന്നിട്ടില്ല. സാലറി കൂടിയിട്ടേ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, വന്നതിനേക്കാൾ സാലറിയിൽ ഒരുപാട് ഡിഫറൻസ് വന്നു. പക്ഷെ ഇവിടെ നമുക്ക് വന്ന ഇൻഫ്ലേഷൻസ് വെച്ച് നോക്കുമ്പം സാലറിയിൽ അത്ര ഹൈക്ക് വന്നിട്ടില്ല. പക്ഷേ നാട്ടിൽ വർക്ക് ചെയ്യുന്ന വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് സുഖം തന്നെ. നമ്മളെല്ലാം കംപ്ലൈൻറ്റ് തന്നെ പറയാൻ പാടില്ലല്ലോ. അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെയും കൂടെ ബേസ് ചെയ്തിരിക്കും കേട്ടോ. അപ്പം നാട്ടിലെ വർക്ക് സിറ്റുവേഷൻസ് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു റെസ്പെക്റ്റൊക്കെ കിട്ടുന്നത് ഇവിടെ തന്നെ ആയിരിക്കും. നമ്മൾ ചെയ്യുന്ന വർക്കിന് ഒരു വാല്യൂ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു റെസ്പെക്റ്റ് ആരെങ്കിലും നമ്മളോട് ലൈക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യത്തിന് ആർക്കെങ്കിലും നമ്മളോടൊരു കടപ്പാടുണ്ടെന്നൊക്കെ നമുക്ക് തോന്നുന്നത്. എന്നോടിപ്പോൾ ഒരു ഷിഫ്റ്റിന് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ആ ഷിഫ്റ്റിൽ ഒരാളെങ്കിലും എന്നോട് പറയാറുണ്ട്, നിങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തേനെന്ന്. അപ്പം അങ്ങനെ ഒന്ന് കേൾക്കാൻ പറ്റുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഹാപ്പിനെസ് ഉള്ളൊരു കാര്യമാണ്. അപ്പം എന്തായാലും നമ്മുടെ എക്സ്പെൻസിൽ നിന്നാണ് പറഞ്ഞു തുടങ്ങിയത്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു മന്തിൽ വരുന്ന എക്സ്പെൻസ്. അത് ടോട്ടൽ ഞാൻ കണക്കൂട്ടി പറയുന്നില്ല, എല്ലാം ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പറഞ്ഞായിരുന്നു. ടോട്ടൽ കണക്കൂട്ടി പറഞ്ഞാൽ എനിക്ക് തന്നെ വിഷമാകും. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.